തിരുവനന്തപുരത്ത് പട്ടത്തൊരു വാഹനാപകടം ഇന്ന് വെളുപ്പിന് 3 മണിക്കുണ്ടായത്, 3:30 മണിക്കുണ്ടായത് പറഞ്ഞല്ലോ. കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ കത്തി ഒരാൾക്ക് ദാരുണ അന്ത്യമുണ്ടായി. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് മങ്കാട്ടുകടവിലെ ശിവകുമാർ മരിച്ചു എന്നുള്ള വാർത്തയും ഈ പ്രഭാതത്തിൽ വന്നു. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക്. ഈ അപകടത്തിൻ്റെ സ്പോട്ടിൽ അജീഷ് ജയകുമാറുണ്ട്. അജീഷ്, ശരിക്കും ഈ അപകടം നടന്ന ഉടനെ തന്നെ ഓട്ടോറിക്ഷയിലേക്ക് തീ പടരുകയായിരുന്നു. അപ്പോൾ ഓട്ടോറിക്ഷ തീ കത്തിയതാണെന്ന് മനസ്സിലാകുന്നു. വിവരങ്ങൾ അങ്ങനെയാണ്. പുലർച്ചെ 3:46 അതാണ് CCTV ദൃശ്യത്തിന്റെ സമയം. അമിത വേഗതയിലായിരുന്നു ഈ കാർ ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷ ഇടതുവശത്തൂടെ തന്നെ പോവുകയായിരുന്നു. രണ്ടും ഒരേ ദിശയിൽ കേശവദാസപുരം ആ റോഡിലേക്കായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഈ സമയത്തായിരുന്നു ഇടി നടന്നത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ തീ പിടിച്ചത് കാരണം മറിഞ്ഞ് ഒരു വശത്തേക്ക് ചെന്ന് ഇടിക്കുകയായിരുന്നു. ഓട്ടോറിക്ഷയിൽ 2 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് മങ്കാട്ടുകടവ് സ്വദേശി ശിവകുമാർ, ഒന്ന് അദ്ദേഹത്തിന് കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ അപകടം നടന്ന ഉടനെ തന്നെ തീ പിടിച്ചത് കൊണ്ട് ഈ ശിവകുമാറിനും പുറകിലിടുന്ന ആൾക്കും പൊള്ളലേറ്റു. ശിവകുമാറിന്റെ ശരീരത്തിൽ 80% പൊള്ളലുണ്ടായിരുന്നു. ഇയാളെ പെട്ടെന്ന് ഓട്ടോറിക്ഷയിൽ നിന്ന് പുറത്ത് ഇറക്കാൻ നാട്ടുകാർക്ക് സാധിച്ചില്ല. ബാക്കിലുണ്ടായിരുന്ന ആളെ തന്നെ പെട്ടെന്ന് ആളുകൾ തന്നെ പെട്ടെന്ന് വലിച്ചിറക്കി. അതുകൊണ്ട് അയാളുടെ ജീവൻ രക്ഷിക്കാനായി. അയാൾക്കും ചെറുതായിട്ട് പൊള്ളലേറ്റിട്ടുണ്ട്. അങ്ങനെ 4 പേരാണ് നിലവിൽ ആശുപത്രിയിലുള്ളത്. വാഹനം ഓടിച്ചിരുന്നത് 19 വയസ്സുള്ള ശ്രീകാര്യം സ്വദേശിയായിട്ടുള്ള അയാൻ എന്ന് പറയുന്ന ഒരു പയ്യനാണ്. കോളേജ് വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ കാറിനകത്ത് നിന്ന് പോലീസ് കുറച്ച് പരിശോധനയിൽ കുറച്ച് സാധനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനകത്ത് ഭക്ഷണ അവശിഷ്ടങ്ങളും മറ്റും കിടപ്പുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഒരു ബാഗ് ഉണ്ടായിരുന്നു. അതിൽ അയാളുടെ പഠനോപകരണങ്ങൾ മറ്റുമായിരുന്നു. പുസ്തകങ്ങളും ലാപ്ടോപ്പിൻ്റെ ചാർജറും മറ്റുമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സ്കൂട്ടറിൽ 2 പേരുണ്ടായിരുന്നു. അതിലൊരു സ്ത്രീയും പുരുഷനുമാണ്. അവർക്കും നന്നായി പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിൽ 4 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. എന്തായാലും മെഡിക്കൽ കോളേജ് പോലീസ് ഇവിടെ ഇപ്പോൾ എത്തി പരിശോധന നടത്തുന്നുണ്ട്. ഈ ഓട്ടോറിക്ഷയ്ക്കകത്ത് ഇവർ കോൺക്രീറ്റ് തൊഴിലാളികളാണ്, നിർമ്മാണ തൊഴിലാളികളാണ്. അതിന് ഉപയോഗിക്കുന്ന ചില മോട്ടോറുകൾ ഈ ഓട്ടോറിക്ഷയുടെ പിൻഭാഗത്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് പെട്രോളും മറ്റും ഉണ്ടായിരുന്നിരിക്കാം. അതായിരിക്കാം ഈ അപകടത്തിൽ ഇത് പെട്ടെന്ന് തീ ഉണ്ടായ കാരണം. ചില ഉപകരണങ്ങൾക്ക് ഈ പെട്രോളിൽ പ്രവർത്തിക്കുന്ന ചില മോട്ടോറുകളൊക്കെ ഉണ്ട്. ഇത് പെട്ടെന്ന് ഒരുപക്ഷെ ഈ അപകടത്തിൽ ഉണ്ടായ ഒരു സ്പാർക്കായിരിക്കാം ഈ തീപിടുത്തത്തിന് കാരണം. എന്തായാലും ഫോറൻസിക് സംഘമായിരിക്കും അതിന് വിശദമായി പഠിച്ചതിന് ശേഷം പെട്ടെന്നുണ്ടായ തീപിടുത്തത്തിന് കാരണം എന്താണെന്ന് കണ്ടെത്തേണ്ടത്. ഈ കാർ ഓടിച്ചിരുന്ന ആളിപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. എന്തായാലും പോലീസിന്റെ പരിശോധന ഇപ്പോഴിവിടെ നടക്കുകയാണ്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.